ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഇന്നോടെ ഉച്ചക്ക് ചോറ് വെച്ചിട്ടില്ല കേട്ടോ. എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനും അവളോട് പുറത്ത് കറങ്ങാൻ പോയി. അവൾ പിന്നെ വീഡിയോയിൽ അവളെ ഇടാത്തത് കൊണ്ട് ആ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ രാത്രിയൊക്കെ ചോറുണ്ടാക്കാമെന്ന് കരുതി. എനിക്കൊരു നേരം ചോറൊന്നുമില്ല കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെ ഇഷ്ടം. അപ്പം മകൻ പറഞ്ഞു, ഉമ്മ ഒരു ഉപ്പേരി വേണമെന്ന് പറഞ്ഞു. എന്തുപ്പേരി എന്നറിയോ? വയയുടെ കൊമ്പുണ്ടല്ലോ. അപ്പോൾ സന്ധ്യാസമയമായിക്ക് എന്നോട് പറഞ്ഞു റോഡിൻ്റെ അകത്തുണ്ട്, വാ നമ്മൾ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം നിങ്ങളെ കൂടെ കൂട്ടാന്ന് വിചാരിച്ചു. വാ പോരി. സന്ധ്യ ആയിട്ട് ഗൈസ്, വീഡിയോ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. പിള്ളേരല്ലേ ആഗ്രഹം പറയുമ്പോൾ നമുക്കെങ്ങനെയാണ് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. കണ്ടോ, രാത്രിയായി. എന്നിട്ടും ഒരമ്മ മകന് വേണ്ടിയിട്ട് പോവണമെങ്കിൽ പ്രിയേ ഇതാണ് മാതൃത്വം കേട്ടോ. വല്ലതും കാണുന്നുണ്ടോ അവിടെ കയ്യിൽ? ഓ, നമ്മളത് ഐഫോണാണല്ലോ. ഫുള്ളായിട്ട് വിരുന്നൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഓൻ പറഞ്ഞതല്ലേ, നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? കിട്ടി ഗൈസ്. അപ്പം പിള്ളേർ പറഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂല, അതുകൊണ്ട് ചെയ്യാണ്. അപ്പം ഇന്നത്തെ തോരൻ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കട്ട് ചെയ്യേണ്ടി വരും. മറ്റേ നമ്മുടെ നിപ്പ മുതലാളി വന്നിരുന്നതിൻ്റെ അതാണെന്ന് തോന്നുന്നു. അപ്പോൾ പിള്ളേർ പറഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതാണ് മാതൃത്വം കേട്ടോ പ്രിയ. അപ്പം എന്നാലേ ഞാൻ ഇതൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കട്ടെ. കട്ട് ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതൊക്കെ കഴിച്ചിട്ടാ വാപ്പൊരി, സമയമല്ലതാ. അങ്ങനെ ഗൈസ്, ഇത് ഉപ്പേരി വെക്കാൻ മുറിച്ചിടുകയാണ്. ഇവിടെ കുറച്ച് സ്ഥലത്ത് വാവലാകുന്നു ചവിട്ടി പണിയാക്കി. അപ്പം അത് നമുക്ക് വേണ്ട. ഇതിൻ്റെ വായക്കറയായാലിട്ട് പോവുകയില്ല. പാലോ എന്നെ പാല് കുടിക്കാൻ ഏൽപ്പിച്ച് തന്നെ ഗൈസ്. നമുക്ക് എന്നും ഒരു ഗ്ലാസ് പാലെങ്കിലെങ്കിലും വയറ്റിലാക്കും. ഡോക്ടർ നിർബന്ധമായിട്ട് കുടിക്കണം എന്നതാണ്. വേറെ ഒന്നുമില്ല, പഞ്ചാര ഇട്ടിരുമില്ല ഗൈസ്. എൻ്റെ മോൻ്റെ ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. കുറച്ച് പഞ്ചസാര ഇട്ടതാ മോനെ എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ഷുഗർ കട്ടാണെന്ന് പറഞ്ഞിട്ട് പഞ്ചസാര ഇടാത്ത പാലാണ് ഈ വലിച്ചോണ്ടിരിക്കുന്നത്. വേറെ ഒഴിവില്ല, തരൂല. എന്ത് പറഞ്ഞാലും നിങ്ങളോട് പറഞ്ഞാൽ പഞ്ചസാരയുടെ ഒന്നുമാണ്. ഒരിക്കൽ കൂടി പ്രിയ ഇതൊക്കെ മാതൃത്വം. ഓക്കെ, അപ്പം ഞാനിതൊന്ന് മുറിച്ചിട്ടിട്ട് ഉപ്പേരി വെക്കട്ടെ. മുറിച്ചിട്ടിട്ട് ഞാൻ ഉപ്പേരി വെച്ചിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട്. ചോറിൻ്റെ അടുപ്പത്ത് ചൂര മീൻകറിയാണ്. വയക്കൊമ്പ് പേരിയാണ് ചൂത പൊരിച്ചത്. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അമ്മ പപ്പേച്ചിക്ക് സാമ്പാർ വേണമെന്ന് വെച്ചിട്ട്, അപ്പം ചിലപ്പോൾ സാമ്പാർ ഉണ്ടാവും. അപ്പം ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ്. അപ്പം ഞാൻ ഇതൊന്ന് വേഗം അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ. ഉച്ചക്ക് സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നതല്ലേ, അപ്പം വിശക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡ്. ഓക്കെ, അപ്പതേ ചോറായി കറിയായി. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ
ഒരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണ്, ജസ്റ്റ് ഞാൻ മീൻ കൂട്ടുന്നത്, ചിക്കൻ കൂട്ടുന്നത് എന്നുള്ള പരാതി പറയുന്ന ആൾക്കാരോട്, ഞാൻ കൂട്ടുന്നുണ്ടെങ്കിൽ നല്ല കുളിച്ച് സുന്ദരിയായതിനു ശേഷം മാത്രമേ നമ്മൾ കണ്ണനെ വരയ്ക്കാറുള്ളൂ. കണ്ണനെ വരയ്ക്കുന്നതിൻ്റെ പേരിൽ കണ്ണൻ ഇതൊന്നും വേണ്ട എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണനെ ഇഷ്ടപ്പെട്ടോളൂ, പക്ഷെ കണ്ണൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ നമുക്ക് പല പല ഓപ്ഷൻസും ഉണ്ട്, അതും മനസ്സിലാക്കണം. അതിങ്ങനെ ആ തള്ളച്ചിങ്ങ കഥകൾ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ നേരം കൊണ്ട് ഈ നല്ല ചൂതക്കറി, നല്ല കറി കേട്ടോ, ചൂതമുളകിട്ടത് കറി, ചൂത പൊരിച്ചത്, നമ്മുടെ സ്പെഷ്യൽ വാഴക്കൂമ്പുപ്പേരി. വേറെ എന്ത് വേണം? അച്ചാറ് വേണം, അച്ചാറ് മസ്റ്റ്. കുട്ടിയോട് ദ്രോഹം ചെയ്യുന്ന ജെസ്സിയെ കണ്ടോ? അപ്പം അതാണ് അമ്മ സാമ്പാർ കൊണ്ടുവരുമോ നന്നീനം. ഇനി അനുവിന് വരുമ്പോൾ കൊണ്ടുവരുമോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്കതുവരെ പിടിച്ചു നിൽക്കാനുള്ള ശേഷിയില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചൂതമീൻ, ചൂത എത്ര പേർക്ക് ഇഷ്ടമാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ചൂത പൊരിച്ചത്, നല്ലൊരുണ്ട്. ഇതാണ് നമ്മളെ സ്പെഷ്യൽ വാഴക്കൂമ്പുപ്പേരി. എൻ്റെ മോൻ പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഇപ്പം മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നതാണ് യഥാർത്ഥ അമ്മമാര്. അപ്പോൾ വാഴക്കൂമ്പുപ്പേരിയും പൊരിച്ച മീനും കറി വെച്ച ചൂത മീനും ചോറും അച്ചാറും എല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തിന്നിട്ട് നിങ്ങളോട് യാത്ര പറയാണ്. ആ വീഡിയോ ഒന്ന് തിന്നിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നത് വരെ ബൈ പറയാണ്. എല്ലാവരും പോയി ഫുഡ് കഴിച്ച് നല്ലോണം ചാറ്റിക്കോളി കേട്ടോ. ടാറ്റാ.